ഇ.ഡി. നടത്തിയ അന്വേഷണത്തിൽ റോബർട്ട് വാദ്ര കുറ്റക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ വാദ്ര ജയിലിലേക്ക് പോകും. വാദ്ര ജയിലിൽ പോയാൽ സ്വാഭാവികമായിട്ടും പ്രിയങ്കയ്ക്ക് മുമ്പിലും ജയിലിൻ്റെ കവാടം തുറന്നു കിടക്കേണ്ടി വരും. പ്രിയങ്കയ്ക്ക് ജയിൽ മാത്രമല്ല, പ്രിയങ്കയുടെ വയനാട് എം പി സ്ഥാനം കൂടി പോകും എന്നതാണ് സാധ്യത. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഹൈക്കോടതിയിൽ ഒരു കേസുമുണ്ട്. ഹൈക്കോടതിയിൽ പ്രിയങ്കയുടെ പേരിലുള്ള കേസെന്ന് പറഞ്ഞാൽ അമീർപൂർ വില്ലേജിൽ വാദ്രയുടെ പേരിൽ 39.7 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഈ 39.7 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി കള്ളപ്പണത്തിലൂടെ ഉണ്ടാക്കിയതാണെന്ന് കണ്ട് ഇ.ഡി. കണ്ടുകെട്ടി. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന സംഭവമാണ്. ഇ.ഡി. കണ്ടുകെട്ടിയ ഈ ഭൂമി നമ്മുടെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഭാര്യ ആണ് മത്സരിക്കുന്നതിൽ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ സത്യവാങ്മൂലത്തിൽ കൊടുക്കണം. ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ കാണിക്കണം. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അമീർപൂർ വില്ലേജിൽ നിന്ന് ഈ കണ്ടുകെട്ടിയ 39.7 ഏക്കർ ഭൂമിയുടെ കാര്യം കാണിച്ചിരുന്നില്ല. ആസ്തിയിൽ അപ്പോൾ കള്ളത്തരം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കള്ളത്തരം തെളിയുന്നത് അങ്ങനെ ഒരു ഭൂമി ഉള്ളത് ഇ.ഡി. പിടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. അപ്പം മനഃപൂർവ്വം മറച്ചു വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രിയങ്കയ്ക്ക് എന്താണ് ജോലി? പ്രിയങ്ക ഓരോ വർഷവും ആദായ നികുതി വകുപ്പിലേക്ക് അടയ്ക്കാനുള്ള തുക കാണിച്ചുകൊണ്ടൊരു കണക്ക് പറഞ്ഞൊരു വീഡിയോ സിനു ഞാനിവിടെ സംസാരിച്ചത് പ്രേക്ഷകർ മറന്നുപോയി കാണും. അത് നമുക്ക് വരും ദിവസം ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ ഒരു ജോലിയില്ല, എന്നാൽ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. എവിടുന്ന്? ഇതൊരു ചോദ്യമാണ്. ഇപ്പോഴത്തെ കേസ് പറയുമ്പോൾ ഈ റോബർട്ട് വാദ്രയുടെ കമ്പനിയെക്കുറിച്ചറിയാം. 2 കമ്പനിയുണ്ട്. 2 കമ്പനിയുടെ പേരൊന്നാണ്. ഒന്ന് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, പേര് സ്കൈലൈറ്റ്. വേറൊരു കമ്പനി കൂടിയുണ്ട്. ഈ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ആകെയുള്ള പ്രവർത്തന മൂലധനം എത്രയെന്നറിയാമോ? വലിയ കമ്പനിയല്ലേ, റോബർട്ട് വാദ്ര ആയിരിക്കുമല്ലോ. അപ്പോൾ കോടികൾ രത്ന വ്യാപാരമൊക്കെ ഉണ്ടായിരുന്ന, രത്നമോ പിച്ചളയോ ഒക്കെ വ്യാപാരം ചെയ്തിരുന്ന ആളാണെന്ന് പറയുന്നു. അപ്പോൾ മിനിമം എത്ര ആസ്തി കാണും ഈ കമ്പനി? കോടികളുണ്ടാവും. 1 ലക്ഷം രൂപയാണ് ആസ്തിയോ? 1 ലക്ഷം രൂപ ആസ്തിയുള്ള ഒരു പേപ്പർ കമ്പനി. ഇനി വേറെ കമ്പനി കൂടെ ഉണ്ട്, സ്കൈലൈറ്റ് റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. രണ്ടും 2 കമ്പനിയാണ്. രണ്ടിൻ്റെ അറ്റത്ത് സ്കൈലൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ആദ്യത്തേന് 1 ലക്ഷം രൂപ ആസ്തി മാത്രം. രണ്ടാമത്തത് അതുപോലൊക്കെ തന്നെ. അതിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെ 2 കമ്പനി റോബർട്ട് വാദ്രയ്ക്കുണ്ട്. മൂന്നാമതൊരു കമ്പനിയുണ്ട്, ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവർ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇവർക്ക് അവിടെ ഭൂപേന്ദർ സിംഗ് ഹൂഡയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ ഒരു ഹൗസിംഗ് ലൈസൻസ് വേണം. ഹൗസിംഗ് ലൈസൻസ് വളരെ പെട്ടെന്ന് ഈ ഓങ്കാരേശ്വർ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടി. കമ്പനിക്ക് സാധാരണഗതിയിൽ കിട്ടാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. എല്ലാ നിയമങ്ങളും മറികടന്ന് കിട്ടാൻ സഹായിച്ചത് റോബർട്ട് വാദ്രയാണ്. റോബർട്ട് വാദ്ര കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഹൂഡ വഴി ഈ ലൈസൻസ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് റോബർട്ട് വാദ്ര പ്രിയങ്കയുടെ ഭർത്താവ് എന്ന നിലയിൽ, രാഹുലിൻ്റെ അളിയൻ എന്ന നിലയിൽ, സോണിയയുടെ മരുമകൻ എന്ന നിലയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ്. റോബർട്ട് വാദ്ര പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എണീറ്റ് നിന്ന് കണ്ണും പൂട്ടി ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് ലിമിറ്റഡിന് ഹരിയാനയിൽ ഈ ഹൗസിംഗ് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് സംസ്ഥാനത്ത് മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് അവരെന്ത് ചെയ്തു? 3.53 ഏക്കർ ഈ OPPL, ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് OPPL എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു? കമ്പനിയുടെ 3.53 ഏക്കർ ഭൂമി റോബർട്ട് വാദ്ര വാങ്ങുന്നു. റോബർട്ട് വാദ്രയുടെ സ്കൈലൈറ്റ് വാങ്ങുന്നു. സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിക്ക് ആകെ 1 ലക്ഷം രൂപയാണ് മൂലധനം. അപ്പോൾ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു ചെക്ക് ഓങ്കാരേശ്വർ കൊടുത്തു. ചെക്ക് നമ്പർ 607-251 നമ്പറിലുള്ള ഒരു ചെക്ക് കൊടുത്തു. ചെക്കിൽ 7.5 കോടി രൂപ, 3 ഏക്കർ 53 സെൻറ്റിന് 7.5 കോടി രൂപ വിലയിട്ടൊരു ചെക്ക് സ്കൈലൈറ്റ് റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ കമ്പനിയുടെ ചെക്ക് കൊടുത്തു. ഈ ചെക്ക് ഇതുവരെ, ഈ കേസിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇന്നേ വരെ ഈ ചെക്ക് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് കാശാക്കിയിട്ടില്ല. സംഭവം മനസ്സിലായോ? ചെക്ക് എഴുതി കൊടുത്തു, പക്ഷെ ആ ചെക്ക് അവർ
മാറിയിട്ടില്ല. പത്രത്തിൽ ഈ ഡീഡിൽ ആധാരം എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഇത്ര നമ്പർ ചെക്ക് വഴി 7.5 കോടി രൂപ കൊടുത്തിരിക്കുന്നു എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ റോബർട്ട് വാദ്ര ഉടമസ്ഥനായിട്ടുള്ള സ്കൈലൈറ്റ് റിയാലിറ്റി കൊടുത്ത ഈ ചെക്ക് ഓംകാരേശ്വർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ കാശ് പോയിട്ടില്ല. കാശ് കൊടുത്തു എന്ന് ചെക്ക് കൊടുത്തു രേഖയുണ്ടായി, കാശൊട്ട് കൊടുത്തിട്ടുമില്ല. ഇനി ഇഡി പരിശോധിച്ചു ഈ ചെക്ക് കൊടുക്കുന്ന കാലയളവ് മുതൽ ഇന്ന് വരെ ഈ സ്കൈലൈറ്റ് റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഒരിക്കലും 7.5 കോടി വന്നിട്ടുമില്ല. ഒരു തവണയെങ്കിലും വരണമല്ലോ അല്ലെങ്കിൽ അല്ലേ? 7.5 കോടി ഒരിക്കലും അക്കൗണ്ടിലില്ലാത്ത റോബർട്ട് വാദ്രയുടെ സ്കൈലൈറ്റ് റിയാലിറ്റി ആണ് 7.5 കോടി ചെക്ക് എഴുതി ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിൽ കൊടുത്തിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങിയത്. അവരത് കൊടുത്തുമില്ല, ഇവരുടെ അക്കൗണ്ടിൽ അത്രയും കാശും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെക്ക് കൊടുത്തത് എന്തിനാണ്? ചുമ്മാ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ, ഇതിനൊരു ഇടപാട് നടന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഇഡി പറഞ്ഞു. അപ്പോൾ ഇതിന് പകരമായിട്ട് എന്ത് ചെയ്തു? ഈ ഇടപാട് നടന്നതിന് അടുത്ത ദിവസമാണ് ഓംകാരേശ്വറിന് സംസ്ഥാനത്ത് ഹൗസിംഗ് പെർമിറ്റ് കിട്ടിയത്. സംസ്ഥാനത്ത് എവിടെയും കൺസ്ട്രക്ഷൻ നടത്താനുള്ള പെർമിറ്റ് കിട്ടി. അപ്പോൾ സ്വാഭാവികമായി ഇത് അന്വേഷണ ഏജൻസിയാണല്ലോ, അവർ അന്വേഷിച്ച് പറഞ്ഞു ഈ ഇടപാടിൽ എന്ത് നേട്ടമുണ്ട്, ഒരു എന്താ നേട്ടം ഉണ്ടായത്. അപ്പം ഇവർക്കിത് കൊടുത്തു. അപ്പം ഇവരുടെ പ്രോപ്പർട്ടി റോബർട്ട് വാദ്ര വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ചെയ്തു കൊടുത്ത ഉപകാരത്തിനുള്ള സമ്മാനമാണ്, കൈക്കൂലിയാണ്, ബ്രൈബ് എന്ന വാക്ക് ബ്രൈബായിട്ട് കൊടുത്തതാണ് 3.53 ഏക്കർ ഭൂമി. വളരെ സിമ്പിളാണല്ലോ, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇത് രാഹുൽ ഗാന്ധി ഇന്നാൾ പറഞ്ഞു എൻ്റെ അളിയനായി പോയത് കൊണ്ട് ദ്രോഹിക്കുകയാണെന്ന്. ഇതെല്ലാം രേഖയുണ്ട്. എങ്ങനെ നിഷേധിക്കാൻ പറ്റും? വസ്തു ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിയാൽ കാശ് കൊടുക്കണം. കാശ് കൊടുത്താൽ കാശ് ചെക്കായിട്ട് കൊടുത്താൽ മതി. ചെക്ക് വാങ്ങുന്നവൻ വിൽക്കുന്നവൻ അത് പൈസയാക്കിയില്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. അതെ. ഇനി അവൻ കൊടുത്താലോ ആ ചെക്ക് മടങ്ങത്തേ ഉള്ളൂ, വണ്ടി ചെക്കാണ് കൊടുത്തിരിക്കുന്നത്, അക്കൗണ്ടിൽ കാശില്ല. അപ്പോൾ ഒരു കള്ളപ്പണം ഇടപാടാണ്, അനധികൃതമായ സമ്പാദ്യമാണ്. ഇനി വേണമെങ്കിൽ കാര്യം ചെയ്താൽ മതിയായിരുന്നു, ഈ ഓംകാരേശ്വർ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡോട് ഇഷ്ടദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തായിട്ട് കാണിച്ച പ്രശ്നമില്ലായിരുന്നു അല്ലേ? എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വത്ത് സിനിമ സമ്മാനമായിട്ട് തരാം, ഗിഫ്റ്റ് ഡീഡ് എഴുതിയാൽ മതി. ഇതങ്ങനെയല്ല. കച്ചവടം നടക്കുന്നു, ഭൂമി കച്ചവടം നടക്കുന്ന ആ രേഖയൊക്കെ ഉണ്ടാക്കിയിട്ട് പണം കൊടുത്തു എന്ന് കാണിക്കാൻ ഒരു ചെക്ക് നമ്പറും കാണിച്ച് ഒരു ചെക്കും കൊടുത്ത്, അക്കൗണ്ടിൽ പണമില്ലാത്തൊരു ചെക്കും കൊടുത്ത് 3.53 ഏക്കർ വാങ്ങി. അത് കള്ളപ്പണ ഇടപാടാണ്, ബിനാമി ഇടപാടാണ്, കൈക്കൂലിയാണ് എന്നാണ് ഇഡി ഇപ്പോൾ കുറ്റപത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന നിലയിൽ റോബർട്ട് വാദ്ര ഇപ്പോൾ പുറത്ത് നടക്കുകയാണ്. അപ്പോൾ ഈ കേസ് മുറുകുമ്പോൾ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ പോകുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായി പ്രിയങ്കയ്ക്ക് തിരിച്ചടിയാണ്. അതിലൊക്കെ ഉപരി പ്രിയങ്കയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഇടപാടെന്ന് പറഞ്ഞാൽ ഇയാളുടെ വേറെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ 39.7 ഏതാണ്ട് 40 ഏക്കറോളം ഭൂമി അമീർപൂർ വില്ലേജിൽ ഇഡി ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്വത്തിൽ കാണിക്കാതിരുന്നത്? കാണിക്കേണ്ടതാണ്. കാരണം പ്രിയങ്ക അത് ഒരു നേരായ വഴിക്ക് വരുന്ന ഇടപാടല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് പ്രിയങ്ക കാണിക്കാതിരുന്നതാണ്. പക്ഷേ കേസ് വന്നപ്പോൾ നമ്മളിനി ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് ഇത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഇഡി പോകുമെന്ന് എഴുതിയിട്ടായിരിക്കും അത് കാണിക്കാതിരുന്നത്. അല്ലാതെ തന്നെ ഇഡി തപ്പിപ്പിടിച്ച് സാധനം കണ്ടെത്തി ജപ്തി ചെയ്ത് കയ്യിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്കയെ സംബന്ധിച്ചും റോബർട്ട് വാദ്രയെ സംബന്ധിച്ചും രാഷ്ട്രീയമായി തന്നെ വലിയ വെല്ലുവിളി, പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. റോബർട്ട് വാദ്രയെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രിയങ്കയ്ക്ക് ഇതിനകത്തുള്ള ബന്ധങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ പ്രിയങ്ക പറയണം അയാളുടെ ഭർത്താവാണ്, പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ PK ഫിറോസ് ഒക്കെ പറയുന്ന പോലെ എൻ്റെ സഹോദരനാണ്, പക്ഷേ എനിക്കറിയില്ല, അയാൾ വേറൊരു വ്യക്തിയാണ്. പക്ഷേ കൊടിയേരി നമ്മൾ പറയുമ്പോൾ ആലോചിക്കേണ്ടത് ബിനോയ് കൊടിയേരിയെ പിടിച്ച് ജയിലിലിട്ടല്ലോ, ബിനീഷ് കൊടിയേരിയെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ കൊടിയേരിയെ വെറുതെ വിട്ടില്ല. കൊടിയേരിക്ക് നേരെ കടുത്ത ആക്രമണമായിരുന്നു. അവസാനം അദ്ദേഹം രോഗം മൂർച്ഛിച്ചു. നമുക്ക് കൊടിയേരിയുടെ പല കാര്യങ്ങളോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കൊടിയേരി എന്നുള്ള മനുഷ്യനെ അതിഭീകരമായി വേട്ടയാടി. മക്കൾ എന്ത് ചെയ്യുന്ന തന്നമാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ഭാഗത്തോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം ഫിറോസ് ഇപ്പോൾ പറയുന്നത് അത് വേറെ വ്യക്തിയാണ്, ഞാനെന്ത് ചെയ്യാനാണ് എന്ന് പറയുന്ന അതിനകത്തൊരു യുക്തിയൊന്നുമില്ല. കാരണം കൊടിയേരിക്കൊരു നീതി, PK ഫിറോസിന് വേറൊരു നീതി എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പ്രിയങ്കയ്ക്ക് ഒരു നീതി, റോബർട്ട് വാദ്രയ്ക്ക് ഒരു നീതി എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ ബിനോയിയുടെ പേരിൽ, ബിനീഷിൻ്റെ പേരിൽ കൊടിയേരിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ
PK ഫിറോസിൻ്റെ പേരിൽ അയാളുടെ സഹോദരൻ്റെ മയക്കുമരുന്ന് കേസിൻ്റെ പേരിൽ ആക്രമിക്കുന്നുണ്ടെങ്കിൽ റോബർട്ട് വദ്ര ജയിലിലോട്ട് പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബം, ഈ രാഷ്ട്രീയ കുടുംബത്തിലെ 3 പേരും അമ്മയും മകനും കൂടെ ചേർന്നിട്ട് 1500 കോടി രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യം വാങ്ങി പുറത്തേക്കാണ്. അപ്പോൾ നമ്മുടെ മീഡിയ ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിലൊരു CPMൻ്റെ ഒരു പ്രധാന കോടിയെ നമ്മുടെ EP ജയരാജന് അവിടുത്തെ ഒരു റിസോർട്ട് ഉണ്ടെന്നുള്ള പേരിൽ എന്തൊക്കെയായിരുന്നു, ആയുർവേദ റിസോർട്ടിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നമായിരുന്നു. അതേസമയം 1500 കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കേസിൽ ജാമ്യം വാങ്ങി നിൽക്കുന്ന ആളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവെന്നും ഈ സോണിയാഗാന്ധി എന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രശ്നമേ അല്ല. എങ്ങനെയായിരുന്നു EP ജയരാജനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്? അതെ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു വലിയ എലീറ്റ് ക്ലാസ്സിൽപ്പെട്ടവരാണ്. പിന്നെ വേറെ തമാശ കൂടെ ഉണ്ട്. ഇറ്റലിയിലെ ഒരു നിയമമുണ്ട്, ഇറ്റാലിയൻ പൗരന്മാർ ലോകത്തെവിടെ അവർക്ക് കുട്ടികളുണ്ടായാലും, ഇറ്റാലിയൻ പൗരന്മാർക്ക് കുട്ടികളുണ്ടായാലും അവർക്ക് സ്വമേധയാ ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടും. സ്വമേധയ കിട്ടും, ഓട്ടോമാറ്റിക്കലി കിട്ടും. അവർ ഇറ്റാലിയൻ പൗരന്മാർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരാന്ന് പറഞ്ഞ് സോണിയാഗാന്ധി എപ്പോഴാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്? രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷമാണ്, അല്ലേ? രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകാൻ അവർ ആഗ്രഹിക്കുക. ആ സമയത്താണ് ഇന്ത്യൻ പൗരത്വം നേടിയത്. അതുകൊണ്ടാണ് അന്നത്തെ രാഷ്ട്രപതി സമ്മതിക്കാതിരുന്നത് പ്രധാനമന്ത്രിയാക്കാൻ. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് മാത്രം പൗരത്വം സ്വീകരിച്ചു വരുന്ന ഒരാളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് അന്നത്തെ രാഷ്ട്രപതി എടുത്തതുകൊണ്ടാണ് ഈ മാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാതെ പോയത്. അല്ലെ ഇന്ത്യ ഇറ്റലി ഭരിച്ചേനെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇറ്റാലിയൻ നിയമം അനുസരിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടോ, ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള തർക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിയമപ്രകാരം ഇറ്റാലിയൻ പൗരന്മാർ കൂടിയാണ്. കാരണം ഇറ്റാലിയൻ നിയമം അനുസരിച്ച് ഇറ്റലിക്കാർക്ക് എവിടെ സന്തതികളുണ്ടാവും? ഇന്ത്യൻ പൗരത്വം സോണിയാഗാന്ധിക്ക് കിട്ടുന്നതിന് മുമ്പാണ് രാഹുലും പ്രിയങ്കയും ജനിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇറ്റാലിയൻ പൗരത്വം ഉണ്ട്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ അത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇറ്റലിയുടെ രേഖപ്രകാരം അങ്ങനെയുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കുടുംബമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ തുകയുടെ അഴിമതി നടത്തിയ കേസുകളിലെ പ്രതികളാണ് അമ്മ, മകൻ, ഇപ്പോൾ മരുമകൻ വന്നിരിക്കുന്നു. പ്രിയങ്കയുടെ പേരിൽ എന്തൊക്കെയുണ്ടെന്ന് ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അറിയാം പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് സംഭവിക്കാമെന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.